വേനൽക്കാലത്തിൽ ചൂട് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിലും എൻ്റെ മാണ്ടവില്ലയുടെ പൂക്കൾ നല്ല രീതിയിൽ പൂത്ത് വരുന്നുണ്ട്. മാണ്ടവില്ല ചെടിക്ക് മഴയാണ് പേടി. നിറയെ പൂക്കളായിട്ട് തലയെടുപ്പോടെ ഇങ്ങനെ നിൽക്കുന്ന മാണ്ടവില്ല ചെടി ഒരുപാട് പ്രായമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അടീനിയത്തിൻ്റെ പൂക്കൾ അടിപൊളിയായി വിരിഞ്ഞിട്ടുണ്ട്. മാണ്ടവില്ലക്ക് പടരാനായിട്ട് ഞാൻ ഇവിടെ ഒരു സ്റ്റാൻഡൊക്കെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. പിടിച്ചു കയറി വളരാൻ പിന്നെ മാണ്ടവില്ലക്കൊപ്പം വേറെ ആരുമില്ല. പിന്നെ ഉണ്ടല്ലോ ആരോടും പരാതിയും പരിഭവം ഒന്നും ഇല്ലാതെ വലിയ തലയെടുപ്പോടെ നിൽക്കുന്ന ആന്തൂറിയം ചെടികളുണ്ട്. വൈകുന്നേരം നമ്മൾ നന കഴിക്കുന്നത് കൊണ്ട് രാവിലെ ചെടികളൊക്കെ നല്ല ഫ്രഷാണ്, പൂമ്പാറ്റകളൊക്കെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ ആന്തൂറിയം ചെടികളുടെ നല്ല തിരക്കാണ് കേട്ടോ. ഒരുപാട് പേർക്ക് ആന്തൂറിയം കിട്ടിയില്ല എന്നുള്ള പരാതിയുണ്ട്. സെയിലിനുള്ള ചെടികളൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ ചെടികളിലും ഫ്ലവർ വന്നതിന് ശേഷമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പം ഞാൻ മുകളിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള ചെടികൾ ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അതിലേക്ക് സെൻഡ് ചെയ്താൽ നിങ്ങളുടെ അഡ്രസ്സിൽ അത് അയച്ചു തരും കേട്ടോ. ചെടികൾ വളർത്തുന്നവർക്ക് മനസ്സ് കുറച്ച് ക്ഷമയും അതുപോലെ സ്നേഹവും സൗഹൃദമൊക്കെ വേണം കേട്ടോ. ഇതുപോലെ ഒരുപാട് ചെടികളും പൂക്കളൊക്കെ നിറഞ്ഞ ഈ ഒരു വീടും ചുറ്റുപാടും തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ഉറവിടം. കുറച്ചൊക്കെ കഴിയുമ്പോൾ നമുക്ക് സന്തോഷത്തിൻ്റെ ഒരു കാലഘട്ടം വരാനുണ്ട്. അതെപ്പോഴാന്നല്ലേ, നമുക്കൊരു വീടാവാൻ ആഗ്രഹിച്ച് വീടായി കഴിഞ്ഞാൽ പിന്നെ മക്കള് കല്യാണം കഴിക്കാനും മക്കളെ പഠിപ്പിക്കാനും ഒക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർത്ത് നമ്മളൊരു സ്വസ്ഥതയിൽ എത്തുന്ന ടൈമുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ആ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലെനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് ഈ ഒരു പ്ലാന്റുകൾ, എൻ്റെ കോഴികൾ, പൂച്ചക്കുട്ടികൾ, ഇതൊക്കെയാണ് കേട്ടോ. നല്ല അധ്വാനമുണ്ട്. അധ്വാനം ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം ഹെൽത്തിന് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോഴും അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വീട്ടിലിരുന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അതിന് മറ്റുള്ളവരോട് ചോദിച്ച് എളുപ്പവഴി കണ്ടെത്താതെ നമ്മൾ സ്വയം ഇരുന്നിട്ട് ആലോചിച്ച് നമുക്കെന്ത് ചെയ്യാൻ കഴിയും, അത് നമ്മൾ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കും, അതെങ്ങനെ സെയിൽ ചെയ്യും എന്നുള്ള ഐഡിയകൾ നമ്മൾ തന്നെ കണ്ടെത്തണം. മറ്റുള്ളവരുടെ ഐഡിയ അവർ പറഞ്ഞു തന്നിട്ട് നമ്മളെ രക്ഷപ്പെടുത്തും എന്നതിന് സമയം കളയാനുള്ള മണ്ടന്മാരല്ല ഇന്നത്തെ ആളുകൾ കേട്ടോ. അതുകൊണ്ട് തന്നെ ബുദ്ധി കൊണ്ട് നന്നായി ആലോചിച്ച് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. നമ്മുടെയൊക്കെ സമയത്തിന് അത്രയും മൂല്യമുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്താലാണ് ഏറ്റവും ഹാപ്പി കിട്ടുന്നത് ആ ഒരു മേഖല നമ്മൾ തിരഞ്ഞെടുക്കുക. വീട്ടമ്മമാർക്ക് എപ്പോഴും വീടും ചുറ്റുപാടും നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇരുന്ന് ബോറടിക്കാനും ചിന്തിക്കാനൊന്നും സമയമില്ലാത്തത് കൊണ്ട് എപ്പോഴും തലയിൽ കണക്കും കാര്യങ്ങളും ഈ ഒരു ബിസിനസ്സിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ ചുറ്റും ഞാനിങ്ങനെ നടന്ന് എൻ്റെ ചെടികൾ, അതുപോലെ വീട്ടുവളപ്പിൽ നമ്മൾ നട്ടുപിടിപ്പിച്ച തെങ്ങ് തൈകൾ ഒക്കെ കണ്ട് മനസ്സിന് ഭയങ്കര ഹാപ്പിയാവും. അപ്പോഴാണോ മനസ്സിൽ നമുക്ക് ദൈവം തന്ന ഓരോ അനുഗ്രഹങ്ങൾ ആലോചിക്കുക. എനിക്ക് സന്തോഷമാവാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ മതി കേട്ടോ. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് അബ്രോഡ് പോകാനായിട്ടുള്ളത്. അപ്പോൾ പോകുന്നതിന് മുമ്പ് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഏകദേശം സെയിൽ പ്ലാനുകളൊക്കെ തീർന്നു തുടങ്ങി. എന്നാലും പിന്നെയും ഇങ്ങനെ ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളത് മാക്സിമം കൊടുത്ത് തീർക്കണം എന്ന് വിചാരിക്കുന്നു. മദർ പ്ലാനുകൾ മാത്രം ഇവിടെ ബാക്കി വെക്കുകയാണ്. പിന്നെ ഒരുപാട് ഫ്രണ്ട്സുകൾ വാട്സപ്പിലൂടെ ചോദിച്ചിട്ടുണ്ട്, ഇത്ത പോയാൽ എങ്ങനെ ചെടികളും പറമ്പും തെങ്ങും ഒക്കെ നോക്കാനായിട്ട് നമ്മൾ ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് നമ്മുടെ കൊറിയറൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കുന്ന തിരക്കൊക്കെ ഉണ്ടാവും. നോമ്പായാലും നമുക്ക് നമ്മുടെ ജോലി തുടരണമല്ലോ. പാക്കിങ് കഴിഞ്ഞ് പിന്നെ അവിടെ ഒന്ന് ക്ലീനാക്കി നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കും കേട്ടോ. റെസ്റ്റ് സമയം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇവിടെ കുറേ ആളുകൾ പുറത്ത് ചാടാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്താണ് ഇവരെ പുറത്ത് വിടുക. മക്കൾ ക്ലാസ് കഴിഞ്ഞ് വന്ന സമയമാണ്. അപ്പോൾ അവരെ പുറത്ത് വിട്ടപ്പോൾ സെയിന് കൂടെ കളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. സെയിന് ട്യൂഷനൊക്കെ ഉണ്ട്. അങ്ങനെ സെയിനും പൂച്ചക്കുട്ടികളും കുറച്ച് നേരമൊക്കെ മുറ്റത്ത് ഓടിക്കളിച്ചു. പിന്നെ സെയിന് ട്യൂഷനൊക്കെ പറഞ്ഞയച്ച് അവരുടെ കളി തുടർന്നുകൊണ്ടിരുന്ന് ഞാൻ പറമ്പിൽ പോയിട്ട് ഫുഡ് റെഡിയാക്കാനുള്ള മുളകൊക്കെ പറിച്ചെടുക്കുകയാണ്. പച്ചമുളക് തൽക്കാലം കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ചീരാമുളകാണ് ഉപയോഗിക്കുക കേട്ടോ. കറി വെക്കാനോ ഉപ്പേരി ഉണ്ടാക്കാനോ ഒന്നും പുറത്തുനിന്ന് കൊണ്ടുവന്നതൊന്നും ഇല്ലെങ്കിൽ പറമ്പിൽ നടന്നാൽ തന്നെ എനിക്ക് ഉപ്പേരിക്കും കറിക്കും ഒക്കെ ഉള്ളത് റെഡിയാണ്.
ഇവിടെ ഇപ്പോൾ നല്ല രീതിയിൽ മാങ്ങ കായ്ച്ചിട്ടുണ്ട്. പിന്നെ വലിയ പ്ലാവ് ഉണ്ട് കേട്ടോ, വിയറ്റ്നാം വേളി അല്ലാത്ത, അതിൽ നിറയെ ചക്കകളും ഉണ്ടായിട്ടുണ്ട്. പറമ്പൊക്കെ ചുറ്റിക്കറങ്ങി സാധനങ്ങൾ എടുത്ത് വന്നപ്പോഴേക്കും മോള് കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ കുക്കിങ്ങിന് ഇഷ്ടമുള്ള ഒരാളുണ്ട്, അപ്പോൾ ഞാൻ എല്ലാ സാധനവും വെച്ചു കൊടുത്താൽ മതി, ബാക്കിയെല്ലാം റെഡിയാക്കി തന്നോളും. അതെന്നെ പോലെ ഒരു ബിരിയാണി കൊതിച്ചിയാണ്, അതുകൊണ്ട് ഇന്ന് ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി കഴിച്ച് മടുത്തു, ചിക്കൻ ബിരിയാണി വേണ്ട, മുട്ട ബിരിയാണിയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കോഴിമുട്ട പുഴുങ്ങി പിന്നെ ബിരിയാണി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. സിമ്പിൾ ബിരിയാണിയാണ്, അതുകൊണ്ട് തന്നെ പുറത്ത് കറിവേപ്പില, പച്ചമുളക്, ചപ്പ് പൊതിനയൊക്കെ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് എപ്പോഴും നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ബിരിയാണിക്കുള്ള ഉള്ളിയും തക്കാളിയും ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ചതക്കി റെഡിയാക്കി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണി ഉണ്ടാക്കുന്ന ദിവസം പെട്ടെന്ന് പണികൾ തീരും. നമ്മൾ പത്തിരി കറി, ദോശ കറി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണ് കൂടുതൽ ടൈം എടുക്കുക. സെയിന് ബിരിയാണിയിൽ കൂടുതൽ മസാല പാടില്ല, അതുപോലെ നമ്മൾ മുകളിൽ ദമ്മിടുന്ന സമയത്ത് ഉള്ളി ഇടാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര കർശന നിലപാടുണ്ട് കേട്ടോ. പിന്നെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട, കുരുമുളക് പൊടി നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടായ പൊടിയാണ്, അതുകൊണ്ട് കുറച്ചിട്ടാൽ തന്നെ നല്ല. അതുപോലെ തന്നെ തൈര് നമ്മൾ ഉണ്ടാക്കിയ തൈരാണ് കേട്ടോ. പുറത്തുനിന്ന് തൈര് കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് പാല് തിളപ്പിച്ച് അറിയതിന് ശേഷം നമ്മൾ ആ തൈര് ഒഴിച്ച് നന്നായി ഇളക്കിയിട്ട് ഇളകാതെ നല്ലപോലെ അടച്ച് വെച്ചാൽ നമുക്ക് രാവിലെ ആകുമ്പോൾ നല്ല കട്ട തൈര് കിട്ടും. അതിൻ്റെ ടേസ്റ്റ് നല്ല വ്യത്യാസമാണ്. ചോറൊക്കെ ഏകദേശം റെഡി ആയി തുടങ്ങി. മോള് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, വെളുത്തുള്ളി പേസ്റ്റ്, ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചോറിൻ്റെ മുകളിൽ ഉള്ളി പൊരിച്ചത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊന്നും സെയിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല. ഭയങ്കര ക്ഷീണമായിരിക്കും. കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ പാക്കിങ് ചെയ്യൽ നമ്മളിപ്പോഴാണ്. എല്ലാവരും കൂടെ ആകുമ്പോൾ കൂടുതൽ ടൈം എടുക്കാതെ തന്നെ പാക്കിംഗ് ഒക്കെ വളരെ പെട്ടെന്ന് തീരും. ഒരാൾ അഡ്രസ്സ് എഴുതാൻ, ഒരാൾ കവറിലാക്കാൻ, ഇങ്ങനെയൊക്കെ ആയിട്ടാണ്. അതിനുശേഷം നമ്മൾ രാത്രിയിലേക്കുള്ള ഫുഡ് റെഡിയാക്കും. രാത്രിയിലേക്ക് പിന്നെ സിമ്പിളായിട്ടാണ് കേട്ടോ, പച്ചക്കറി ആണ് അധികം ഉണ്ടാവുക. പിന്നെ വേഗം കുളിക്കണം, കിടക്കണം, ഇത്രേ ഉണ്ടാവുള്ളൂ മനസ്സിൽ. പിന്നെ ചില ദിവസങ്ങളിൽ മക്കളും ഞങ്ങളെല്ലാവരും കൂടി തറാവീഹൊക്കെ നിസ്കരിക്കും. അതിനുശേഷം പിന്നെ കിടന്നുറങ്ങും. അങ്ങനെ ഇന്നത്തെ ഈ ഒരു ദിവസം തീർന്നിരിക്കുകയാണ്. വ്ളോഗ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഈ ഒരു വ്ളോഗ് കാണുമ്പോൾ സന്തോഷമാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.